നമ്മൾ ഇനി പോകുന്നത് നിംസ് മെഡിസിറ്റിയിലേക്കാണ്. അവിടെ SKN വിദ്യാർത്ഥികളോട് സംസാരിക്കും. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാര്യം ഖാദി പ്രോത്സാഹിപ്പിക്കപ്പെടണം. കാരണം നിങ്ങൾക്കറിയാം, ഖാദി മുണ്ടൊക്കെ കൊടുത്താണ് ഞാൻ വരുന്നത്. ഞാനിപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ശോഭന ജോർജ് പറഞ്ഞിട്ട് ഞാനൊരു 5 ദിവസം ഖാദി മുണ്ടെടുത്തിറങ്ങിയിരുന്നു. അന്ന് ഖാദി മുണ്ടുകളെ കുറച്ച് കൂടുതൽ ചിലവായി. ഞാനൊരു മുണ്ടനായി മാറിയപ്പോൾ ഒരു 97,000 ഖാദി ചിലവായി എന്നാണ് അവർ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. സന്തോഷം. നമ്മൾ ഇനിയും ഖാദി മുണ്ടെടുത്ത് ബാലരാമപുരം കൈത്തറി പോലെയുള്ള സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കും. മാത്രമല്ല, നമ്മുടെ ജനങ്ങളുടെ എന്താണ് അവരുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അപ്പോൾ ശീതീകരിച്ച മുറിയിൽ നിന്ന് പുറത്തിറങ്ങി നല്ല കനത്ത ചൂടിലൂടെ നമ്മൾ ഈ 30 ദിവസം നടന്ന യാത്രയിലേക്കാണ്. അപ്പോൾ ഈ വൈറ്റ് കോട്ട് സെറിമണി ഉദ്ഘാടനം ചെയ്യുക ആണ് എൻ്റെ പ്രാഥമിക ദൗത്യം. അപ്പോൾ അത് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഞാൻ ചെയ്യുന്നു. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളൊക്കെ മിടുക്കന്മാരും ഒക്കെ ആയിട്ട് നിങ്ങൾ ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങുമ്പോൾ ഒരു കാര്യം മാത്രം ഓർക്കുക, നിങ്ങൾ ബാക്ക് ഡോർ ഓപ്പറേഷനിൽ എങ്ങും പെട്ടുപോകരുത്. അതായത് പിന്നാമ്പുറ വഴികൾ, കുറുക്കു വഴികൾ എപ്പോഴും ചതിക്കുഴികളാണ്. അതിലൂടെ യാത്ര ചെയ്യരുത്. ആരോടെങ്കിലും കൈക്കൂലി വാങ്ങുക, അല്ലെങ്കിൽ അതുപോലുള്ള മൂല്യനിരാസത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുക. കാരണം നിങ്ങളുടെ മൂല്യം വ്യതിചലിച്ച് ആരോടെങ്കിലും എന്തെങ്കിലും കൈക്കൂലി വാങ്ങിച്ചിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കൽ മാത്രം നഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഈ വാല്യൂസ് എന്ന് പറയുന്നത്. ഒരു വാല്യൂ സിസ്റ്റത്തിൽ ഇന്നത്തെ കാലത്ത് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. പക്ഷേ നമ്മളൊക്കെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അപ്പം ഞാൻ ശരിക്കും നിങ്ങളുടെ എല്ലാം അനുമതിയോടെ ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്താൽ നിങ്ങളെ അറിയിക്കുന്നു. അതോടൊപ്പം ഞങ്ങൾ ഇന്നലെ നിങ്ങളെല്ലാം വലിയ മിടുക്കരാകട്ടെ, ഒരുപക്ഷെ സമൂഹത്തിന് ആവശ്യമുള്ള ആളുകളായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അതോടൊപ്പം നമുക്കെല്ലാം എഴുന്നേറ്റ് നിന്ന് നമുക്കൊരു പ്രതിജ്ഞ കൂടി എടുക്കാം. ഈ സമൂഹത്തെ നമുക്ക് താങ്ങി നിർത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എനിക്കൊന്ന് നിങ്ങളൊക്കെ നല്ല ആരോഗ്യമുള്ളവരല്ലേ, ചാടി എഴുന്നേറ്റ് നിങ്ങൾ ഈ പ്രതിജ്ഞ ചൊല്ലണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ലഹരി വിരുദ്ധ പ്രതിജ്ഞയാണ്. അപ്പോൾ ഈ പ്രതിജ്ഞ ഇങ്ങനെയാണ്: എൻ്റെ കേരളം എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും കുട്ടികളെ പോലും ഇരയാക്കുന്നു. നിരപരാധികൾ ലഹരി വലയിൽ ബലിയാടാകുന്നു. ലഹരി മാഫിയയുടെ വ്യാപനം ഞാൻ അറിയുന്നു. ഹോസ്റ്റൽ മുറികൾ ലഹരി സംഭരണ കേന്ദ്രങ്ങളാകുന്നു. പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി മരുന്നിനെ പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന ലഹരി വ്യാപനം സർവശക്തിയുമെടുത്ത് തടയുമെന്നും ഞാൻ ഇവിടെ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഭയക്കരുത്. ഈ മാഫിയ സംഘങ്ങളൊക്കെ തന്നെയാണ് ഈ ലഹരി മരുന്നൊക്കെ കൊണ്ടു നടക്കുന്നത്. അവരെക്കുറിച്ചൊക്കെ വിവരം കിട്ടിയാൽ അവർ പറയും നിങ്ങളെ കൊന്നുകളെയും തിന്നുകളെയും എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിയമവ്യവസ്ഥയുണ്ട്. എല്ലാ അധോലോക സംഘങ്ങളും ഇറങ്ങി വന്നാലും യുവമാരെ ജയിലിട്ട് പൂട്ടാൻ പറ്റുന്ന പോലീസ് സംവിധാനം നമുക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഭയക്കരുത്. ഈ കൊച്ചു പിച്ചാത്തിയായിട്ട് നടക്കുന്ന ചില കപല ചട്ടമ്പികളൊക്കെ എന്നെക്കുറിച്ച് എന്തെങ്കിലും പോലീസിൽ പറഞ്ഞാൽ നിന്നെ തട്ടിക്കളയെന്നൊക്കെ പറയും. അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞാൽ മതി. നമ്മൾ ഒരു കാര്യം മാത്രം ഉറച്ച് വിശ്വസിച്ചോണം: ഒരിക്കലേ ഉള്ളൂ മരണം. ഒരു ഭീരു 100 തവണ മരിക്കും, ഒരു ധൈര്യവാൻ ഒരിക്കലേ മരിക്കൂ. അതുകൊണ്ട് ഈ കപലച്ചട്ടമ്പികൾ പറയുന്നു നിങ്ങൾ കേൾക്കരുത്. മാഫിയ സംഘങ്ങളുടെ കടയറുത്ത് വീഴ്ത്താൻ നമ്മളൊരു യാത്ര നടത്തുന്ന സമയത്ത് അതിന് ഇടങ്കോലിടാൻ വന്ന ആരെയും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത്. പോലീസ് സംവിധാനത്തോടും ജുഡീഷ്യറിയോടും അത്യന്തം ആദരവ് പുലർത്തി ആവശ്യമുള്ള സമയത്ത് നമ്മുടെ പോലീസ് സംവിധാനത്തെ വിവരങ്ങൾ അറിയിക്കുക. നമുക്കൊരു അഭിമാനമുള്ള കേരളം കെട്ടിപ്പടുത്തേ മതിയാവും. നഷ്ടപ്പെട്ടു എന്നല്ല ഞാൻ പറയുന്നത്. കേരളത്തിന് ചെറിയ പരിക്കേൽക്കുന്നുണ്ട്. ആ പരിക്കേൽക്ക് നമ്മുടെ മണ്ണാണിത്. എനിക്ക് പിറന്ന മണ്ണാണ് കേരളം. ഈ മണ്ണിനെ നമുക്ക് സംരക്ഷിച്ചേ പറ്റൂ. അപ്പോൾ നമ്മൾ ഇനിയും കാണും. ടെലിവിഷൻ സ്ക്രീനിലാണെങ്കിലും നമ്മൾ ഇനിയും കാണും. ഗുഡ് ബൈ. നന്ദി സർ.